ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ദൂരെയുള്ള സ്വദേശത്തേക്ക് യാത്ര പോകുന്ന നോറ എന്ന യുവതിയെയും അലക്സ് എന്ന യുവാവിനെയുമാണ് കാണിക്കുന്നത്. ഏറെ നേരമായല്ലോ ഡ്രൈവിംഗ്, വഴിയെങ്ങാനും തെറ്റിയോ എന്നുള്ളൊരു സംശയം നോറ പ്രകടിപ്പിക്കുമെങ്കിലും 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും എന്ന് അലക്സ് മറുപടി നൽകി. പോകുന്ന വഴിയിൽ വിശ്രമിക്കാനായി അവരൊരു ഹോട്ടലിൽ വാഹനം നിർത്തി. എന്നാൽ അത് ആൾതാമസമില്ലാത്തൊരു ഹോട്ടലായിരുന്നു. അതുകൊണ്ട് തന്നെ നോറ യൂറിൻ പാസ് ചെയ്യാനായി ഹോട്ടലിൻ്റെ പുറകുവശത്തേക്ക് പോയി. എന്നാൽ അവിടെ കാണാനിടയായ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള പേഴ്സ്, മൊബൈൽ, വസ്ത്രങ്ങൾ ഇവയെല്ലാം അവളിൽ ചെറിയൊരു പരിഭ്രാന്തി ഉണ്ടാക്കി. അവൾ ഇരുന്നിരുന്ന ആ സ്ഥലത്ത് മനുഷ്യരുടെ തലയോട്ടുകൾ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നെങ്കിലും അവളത് ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. തികച്ചും വിജനമായ ഒരുപാട് പ്രദേശങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്നതിനായി ബസിൻ്റെ മോഡലിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അവിടെ പാകം ചെയ്തുകൊണ്ടിരുന്നിരുന്ന മാംസത്തിന് പോലും എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചതിനു ശേഷം പുറത്തേക്കിറങ്ങാനൊരുങ്ങിയ നോറയെ പെട്ടെന്നൊരാൾ കൈക്ക് കയറി പിടിക്കുകയും നിങ്ങളിവിടെ സേഫല്ല എന്ന് പറയുകയും ചെയ്തു. ഈ സംഭവം അത്ര കാര്യമായി എടുക്കാതെ അവർ വീണ്ടും യാത്ര തുടർന്നു. പിന്നീട് ഇന്ധനം നിറയ്ക്കുവാനായി പമ്പിൽ കയറിയ അവർ അവിടുത്തെ ജീവനക്കാരനായ ആൻഡ്രൂവിനോട് ഇവിടെ താമസിക്കാൻ സൗകര്യമുള്ള ഏതെങ്കിലും ഹോട്ടലുണ്ടോ എന്ന് അന്വേഷിച്ചു. ആൻഡ്രൂ ഹോട്ടലിലേക്കുള്ള വഴി കറക്റ്റായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇന്നിനെ വിശ്രമിച്ച് നാളെ യാത്ര തുടരാം എന്നുള്ള തീരുമാനത്തിൽ അവർ നേരെ ഹോട്ടലിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഹോട്ടലിന് മുന്നിലായി ഒരുപാട് കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഹോട്ടലിലുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഉള്ളിലേക്ക് ചെന്നത്. എന്നാൽ അവർക്ക് അവിടെ ആരെയും കാണാൻ സാധിച്ചിരുന്നില്ല. അപ്പോഴാണ് ഒരുപാട് പേർ ഭക്ഷണം കഴിച്ചു വച്ചിട്ടുള്ള പാത്രങ്ങൾ അവർ കാണാനിടവരുന്നത്. ഇതോടുകൂടി ആളുകളെല്ലാം പുറത്തെങ്ങാനും പോയിട്ടുണ്ടാവും എന്നുള്ള ചിന്തയിൽ അവർ പതിയെ മുകളിലേക്ക് കയറി. അവിടെ ആ ഹോട്ടലിൻ്റെ ഓണർ ഉണ്ടായിരുന്നു. അയാൾ അവർക്ക് മുറി കാണിച്ചു കൊടുത്തതിനു ശേഷം പുറത്തേക്ക് പോയി. എന്നാൽ ആ റൂമിലുണ്ടായിരുന്നൊരു ബെഡിൽ ചോരപ്പാടുണ്ടായിരുന്നത് അവർ കണ്ടിരുന്നില്ല. പിന്നീട് പല്ലു തേച്ചതിനു ശേഷം അവർ ഉറങ്ങാൻ കിടന്നു. എന്നാൽ അവരുടെ കട്ടിലിനടിയിലായി ഒരു മനുഷ്യരൂപം ഉണ്ടായിരുന്നു. ഇരുവരും ഉറങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷം ആ രൂപം പതിയെ എഴുന്നേറ്റു. അയാൾ അവരെ നിരീക്ഷിച്ചു. ഉറങ്ങിക്കിടന്നിരുന്ന ഇരുവരെയും മുഖംമൂടിയിട്ടിരുന്ന ആ മനുഷ്യൻ വാരിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പിറ്റേന്ന് കണ്ണു തുറന്നപ്പോൾ നോറ ഒരു കൂടിനുള്ളിലായിരുന്നു. അവൾ രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അവിടെ എത്തിയിരുന്ന മുഖംമൂടിധാരി അവളുടെ ദേഹത്തേക്കൊരു ദ്രാവകമൊഴിക്കുകയും അങ്ങനെ അവളുടെ ബോധം നഷ്ടമാവുകയും ചെയ്തു. പിന്നീട് ബോധം വന്നപ്പോൾ അവളുടെ 2 കാലുകളും വിടർത്തി കെട്ടിയിട്ട നിലയിലായിരുന്നു. ശേഷം ഒരു മുഖംമൂടിധാരി വന്ന് പശുവിനും മറ്റു മൃഗങ്ങൾക്കുമെല്ലാം പ്രസവിക്കാനായി ഇഞ്ചക്ഷൻ ചെയ്യുന്നത് പോലെ അവളുടെ ശരീരത്തിലും ചെയ്തു. പിന്നീട് മറ്റു 2 പേർ വന്ന് അവളെ ട്രോളിയിലാക്കി ഫാമിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിയിൽ അവൾ കണ്ട കാഴ്ചകൾ ഭീതി ജനിപ്പിക്കുന്നതായിരുന്നു. മൃഗങ്ങളുടെ മുഖംമൂടികൾ വച്ചിരുന്ന ഒരുപാട് മനുഷ്യരെ മൃഗങ്ങളെ വെട്ടിനുറുക്കുന്നത് പോലെ ക്രൂരമായി കശാപ്പ് ചെയ്യുന്ന കാഴ്ചയും അവൾക്കവിടെ കാണാൻ സാധിച്ചു. അവർ അവളെ ആട്ടിൻകൂട് പോലെയുള്ള ചെറിയൊരു കൂട്ടിലേക്ക് തള്ളിയിട്ടു. എന്നാൽ ഈ നേരത്ത് അലക്സിൻ്റെ അവസ്ഥയും വളരെ ദയനീയമായിരുന്നു. അവനെയും അവർ ഒരു ഇരുമ്പ് കൂട്ടിലാക്കി പൂട്ടിയിട്ടിരുന്നു. തന്നെപ്പോലെ തന്നെ ഒരുപാട് മനുഷ്യർ വിവിധ കൂടുകളിലായി പൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച അവനെ ഞെട്ടിച്ചു. ഈ സമയത്താണ് കയ്യിലൊരു കുരുക്കുമായി മുഖംമൂടിധാരികൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അവരാ കുരുക്കെടുത്ത് മൃഗങ്ങളെ ചെയ്യുന്നത് പോലെ മനുഷ്യരുടെ കഴുത്തിൽ കുരുക്കുകയും തലക്കടിച്ച് ബോധം കെടുത്തുകയും ചെയ്യുകയാണ്. ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്ന അലക്സിനെ അവർ അങ്ങനെ തന്നെ ചെയ്തു. അവരെയെല്ലാം ഒരു ട്രോളിയിലാക്കി കശാപ്പ് ചെയ്യുന്ന റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും മനുഷ്യരുടെ വെട്ടിനുറുക്കിയ ശരീരഭാഗങ്ങൾ പാചകം ചെയ്യാനായി ഒരാൾ അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ നേരത്ത് പുറത്തു വന്നു നിന്ന കാറിൽ നിന്നും അവർക്ക് കിട്ടിയ മറ്റൊരു മനുഷ്യനെ കൂടി നഗ്നനാക്കിയ നിലയിൽ കശാപ്പ് ചെയ്യുവാനായി കൊണ്ടുപോകുന്നുണ്ട്. അലക്സും നോറയും താമസിക്കാനായി റൂം എടുത്തിരുന്ന ആ ഒരു ഹോട്ടലിൻ്റെ ഓണർ തന്നെയാണ് ഈ ഫാമിൻ്റെയും ഓണർ. അയാൾ
ഫാമിലി ലീഡറോട് ഒരു കാര്യം സംസാരിക്കുകയാണ്. നമുക്ക് ഒരു ഫെസ്റ്റിവലിലേക്കുള്ള ഭക്ഷണത്തിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 2.5 മണിക്കൂറിനുള്ളിൽ അത് ശരിയാക്കണം. ഇതായിരുന്നു അയാൾ പറഞ്ഞിരുന്നത്. പിന്നീട് അടുക്കളയിലേക്കെത്തിയ അയാൾ ഇതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. കസ്റ്റമർ 20 പേർക്കുള്ള അഡീഷണൽ ഭക്ഷണം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും അയാൾ അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മനുഷ്യമാംസം കൊണ്ടുള്ള പ്രത്യേകതരം വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. ഈ സമയത്താണ് അയാൾക്ക് കസ്റ്റമറുടെ കോൾ വരുന്നത്. ഫുഡ് കറക്റ്റ് സമയത്തെത്തില്ലേ, പ്രത്യേക വിഭവങ്ങൾ വല്ലതുമുണ്ടോ എന്നൊക്കെയായിരുന്നു കസ്റ്റമർ അയാളോട് ചോദിച്ചത്. ഇത് കേട്ട അയാൾ നേരെ ലീഡറുടെ അടുത്തു ചെന്ന്, ഇന്ന് പാല് നേരത്തെ കറന്നെടുക്കണം, അതുകൊണ്ട് സ്പെഷ്യലായ എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കണം എന്ന് ലീഡറോട് നിർദ്ദേശിച്ചു. പാൽ ചുരുത്തുന്നതിനായി അവരുടെ ഫാമിൽ പശുക്കൾക്ക് പകരം സ്ത്രീകളെയാണ് ഉപയോഗിച്ചിരുന്നത്. പാൽ കറന്നെടുക്കാനുള്ള മെഷീനുകളും അവരുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്നു. പാൽ ചുരത്തുന്നതിനായി നിരവധി സ്ത്രീകളെ പശുക്കളെ പോലെ അവർ ഉപയോഗിച്ചിരുന്നു. അന്നു കിട്ടിയ പാലെല്ലാം അവിടെ ഉണ്ടായിരുന്നയാൾ കുപ്പികളിലേക്ക് പകർത്തിവെച്ചു. ഈ നേരത്താണ് അവിടെ ഉണ്ടായിരുന്നൊരു യുവതി പ്രസവിച്ചിരിക്കുന്നത് ലീഡറുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അയാൾ ആ പിഞ്ചു കുഞ്ഞിനെ പിടിച്ചു വാങ്ങുകയും തൂക്കം നോക്കിയ ശേഷം നിലത്തടിച്ചു കൊന്നു കശാപ്പ് ചെയ്യാൻ കൊണ്ടുപോകാനായി ഡ്രമ്മിലേക്ക് എറിഞ്ഞു. പിന്നീട് അവിടെ എത്തിയ 2 പേർ കുപ്പിയിലാക്കിയിരുന്ന മിൽക്ക് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ 2 കുപ്പികൾ അവരെവിടെ മറന്നു വെച്ചിരുന്നു. ഈ ഒരു സമയത്താണ് ആൻഡ്രൂ അവിടേക്ക് എത്തുന്നത്. പെട്രോൾ പമ്പിൽ വെച്ച് ഹോട്ടലിലേക്കുള്ള വഴി ചോദിച്ചിരുന്ന നോറയെയും അലക്സിനെയും താമസിക്കാനായി ഈ നരഭോജികളുടെ ഹോട്ടലിലേക്ക് വഴി തിരിച്ചു വിട്ടിരുന്നത് ആൻഡ്രൂ ആയിരുന്നു. ആൻഡ്രൂവിനെ ചെറിയൊരു ബുദ്ധിമാന്ദ്യമുണ്ടായിരുന്നു. അവനവിടെ വെച്ചിരുന്ന പാലെടുത്ത് കളിക്കുകയും കുടിക്കുവാൻ ഒരുങ്ങുകയും ചെയ്തു. പിന്നീട് അവിടെ ഇലറിക്കറിഞ്ഞിരുന്ന ഒരു യുവതിയോട് ആൻഡ്രൂ സംസാരിക്കുവാനായി ചെന്നു. കലി പൂണ്ടിരുന്നിരുന്ന അവൾ ആൻഡ്രൂവിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇതോടെ ആൻഡ്രൂവിൻ്റെ സ്വഭാവം മാറി. ദേഷ്യം പൂണ്ട അവൻ കയ്യിലുണ്ടായിരുന്ന കമ്പ് ഉപയോഗിച്ച് അവളെ കുത്തിക്കൊന്നു. അല്പസമയത്തിനു ശേഷം അവിടെ എത്തിയ ഒരു മുഖംമൂടിധാരി ഈ ഒരു കാഴ്ച കണ്ടു. അയാളത് ലീഡറോട് റിപ്പോർട്ട് ചെയ്തു. ഉടൻ തന്നെ ആ വർക്കറടക്കം ലീഡറും ഓണറും അങ്ങോട്ടേക്കെത്തി. ഈ കാഴ്ച കണ്ട ഓണർ കോപത്താൽ വിറച്ചു. കാരണം ഒരുപാട് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു ലേഡിയായിരുന്നു അത്. ഉടനെ തന്നെ ആൻഡ്രൂവിനെ പിടികൂടാനായി അയാൾ അനുയായികൾക്ക് നിർദ്ദേശം കൊടുത്തു. ഇതേ സമയം കൂട്ടിലടക്കപ്പെട്ടിരുന്ന നോറ തൻ്റെ തൊട്ടടുത്ത കൂട്ടിലേക്ക് ഒന്നെത്തി നോക്കി. അവിടെ അവൾ കണ്ട കാഴ്ച ഒരു യുവതി ക്ഷീണിതയായി കിടക്കുന്നതാണ്. നോറ ആ യുവതിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. താനിവിടെ എത്തിയിട്ട് 2 വർഷമായിരുന്നു. തനിക്കിനി പ്രസവിക്കാനും പാൽ ചുരത്താനും കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ ഇറച്ചിക്കായി അവർ തന്നെ കൊല്ലുമെന്നും ആ യുവതി അവളോട് പറഞ്ഞു. പിന്നീട് നോറ തൻ്റെ വലതുഭാഗത്തെ കൂട്ടിലുണ്ടായിരുന്ന ആഷ്ലി എന്ന യുവതിയോട് സംസാരിച്ചു. അവൾ അവിടെ എത്തിയിട്ട് 2 ആഴ്ചയേ ആയിരുന്നുള്ളൂ. നോറ അവളോട് നമുക്കിവിടെ നിന്നും രക്ഷപ്പെടണം എന്ന് പറഞ്ഞു. എന്നാൽ നമുക്കതിന് സാധിക്കില്ല, അവർ നമ്മളെ എങ്ങനെയെങ്കിലും കണ്ടെത്തും എന്ന് കരഞ്ഞുകൊണ്ടവൾ നോറയെ അറിയിച്ചു. എങ്കിലും നമുക്കിവിടെ നിന്നും രക്ഷപ്പെടാം, ഞാൻ നിനക്ക് ഉറപ്പ് നൽകുന്നു എന്നതായിരുന്നു നോറയുടെ മറുപടി. ഈ നേരത്ത് ആൻഡ്രൂവിനെ അന്വേഷിച്ച് നടന്നിരുന്ന ജോലിക്കാർ അവനെ ഒരു റൂമിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഈ സമയം അവൻ ആരോടോ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് കരയുകയായിരുന്നു. അടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് അവൻ സംസാരിക്കുന്നത് ചേതനയേറ്റ ശിരസ്സുകളോടാണ് എന്നുള്ള വസ്തുത മനസ്സിലാവുന്നത്. ഉടനെ തന്നെ ജോലിക്കാർ ആൻഡ്രൂവിനെ പിടികൂടി ഓണറുടെ പക്കലേക്ക് എത്തിച്ചു. അവൻ കരഞ്ഞുകൊണ്ട് ഓണറോട് മാപ്പപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് നീ പെട്രോൾ പമ്പിലേക്ക് പോവാത്തത്? നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ ഫുഡ് വെച്ച് കളിക്കരുതെന്ന്? നല്ല ഹെൽത്തി ആയിരുന്ന പെണ്ണിനെയാണ് നീ കൊന്നത്. അവളിൽ നിന്ന് 1 വർഷം കൂടി നമുക്ക് പാൽ കിട്ടിയേനെ. നീ വരുത്തി വെച്ച നഷ്ടം എത്രയാണെന്ന് നിനക്കറിയുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അവനെ ശകാരിച്ചു. ശിക്ഷയായി കൂട്ടിലടച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം വിളമ്പുവാനായി ആൻഡ്രൂവിനെയും നിയോഗിച്ചു. മൃഗങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ വൃത്തിയില്ലാത്ത ഒരു പാത്രത്തിൽ തവിട് പോലത്തെ ഭക്ഷണമായിരുന്നു അവരാ മനുഷ്യർക്ക് കൊടുത്തിരുന്നത്. ഈ ജോലി ഇഷ്ടപ്പെടാതിരുന്ന ആൻഡ്രൂ അതവിടെ ചെരിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. അവൻ ഫാമിലുണ്ടായിരുന്ന പനിക്കുറുക്കയുടെ ചെടി പറിച്ചെടുത്ത് ഓണർക്ക് കൊടുക്കുകയും അങ്ങനെ അയാളുടെ ദേഷ്യം ശമിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഓണർ ലീഡറോട് നമുക്ക് ഒരാളുടെ ഇറച്ചി കൂടി ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഡയറി ഫാമിലേക്ക് പോയി അവിടുത്തെ പാലുൽപാദിപ്പിക്കാൻ ശേഷിയില്ലാത്ത യുവതിയെ കൊന്ന് അടുക്കളയിലേക്ക് കൊണ്ടുപോകും എന്ന് നിർദ്ദേശിച്ചു. അവിടെ എത്തിയവർ അവളുടെ ദേഹത്ത് ഘടിപ്പിച്ചിരുന്ന
മിൽക്കെടുക്കാനുള്ള ഉപകരണങ്ങൾ എടുത്തുമാറ്റി. ഈ ഒരു സംഭവങ്ങളൊക്കെ നോറ ഒളിഞ്ഞിരുന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ മൃഗങ്ങളെ ചെയ്യുന്നത് പോലെ അവളുടെ കൈകൾ ഒരു കുളത്തിലേക്ക് വലിഞ്ഞു കെട്ടി. പിന്നീട് അവളുടെ കഴുത്തിലൊരു ദ്വാരമുണ്ടാക്കി. അതിലൂടെ പുറത്തേക്ക് ചീറ്റിയ രക്തം ഒരു ബക്കറ്റിലേക്ക് ശേഖരിച്ചു. പിന്നീട് അവളുടെ വയറ് കയറി അവയവങ്ങളും ആ വേസ്റ്റ് ബക്കറ്റിലേക്ക് ഇട്ടു. ഇതെല്ലാം കണ്ടിരുന്ന നോറ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയുറച്ചിരുന്നു. അതിനുശേഷം അവർ അതെല്ലാം ട്രോളിയിലാക്കി അവിടെ നിന്നും കൊണ്ടുപോയി. ഈ നേരത്താണ് പേടിച്ചു വരച്ചിരുന്ന നോറയുടെ വാതിലിൽ ആരോ മുട്ടുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, അലക്സ് തന്നെയായിരുന്നു. അവൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്നും രക്ഷപ്പെട്ട് നോറയുടെ പക്കലേക്ക് എത്തിയതായിരുന്നു. ഇരുവരും പതിയെ പുറത്തേക്കിറങ്ങി. ഫാമിന് ചുറ്റും മുഖംമൂടിധാരികളുടെ ശക്തമായ കാവൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പതിയെ അവിടെ ഉണ്ടായിരുന്ന പൈപ്പിലൂടെ പുറത്തേക്ക് കടന്നു. ചുറ്റിലും വിജനമായ പ്രദേശമാണ്. അകലെയായി കാണുന്ന ഷെഡിൽ ഒരു ലോറി കിടപ്പുണ്ട്. അതിൽ രക്ഷപ്പെടാം എന്നുള്ള ധാരണയിൽ അവർ അങ്ങോട്ടേക്ക് ചെന്നു. വണ്ടിയിൽ കീ ഉണ്ടായിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ അത് സ്റ്റാർട്ടായിരുന്നില്ല. അപ്പോഴേക്കും ഒരു മുഖംമൂടിധാരി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇരുവരും അയാളുടെ കണ്ണിൽപ്പെടാതെ അവിടെ ഒളിച്ചിരുന്നു. പിന്നീട് അവർ രക്ഷപ്പെടാനായി അവിടെ കണ്ടൊരു കാട്ടിലേക്ക് ഓടിക്കയറി. അലക്സ് അത്യന്തം ക്ഷീണിതനായിരുന്നു. ഈ ഒരു നേരത്താണ് അവിടെ ഉണ്ടായിരുന്നൊരു പള്ളി അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇരുവരും വിശ്രമിക്കാനായി അതിനകത്തേക്ക് കയറി. എന്നാൽ ഈ നേരത്താണ് ഒരു മുഖംമൂടിധാരി പ്രാർത്ഥിക്കുവാനായി അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇത് കണ്ട ഇരുവരും അവിടെ ഒളിച്ചിരുന്നു. അയാളുടെ കണ്ണുവെട്ടിച്ച് പതിയെ അവർ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമം തുടങ്ങി. എന്നാൽ പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കി. ഇരുവരും ജീവനും കൊണ്ടോടി. അയാൾ പള്ളിമണി മുഴക്കുകയും ഇവർ രക്ഷപ്പെട്ട വിവരം എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. ഭയന്നോടുന്നതിനിടയിൽ അലക്സിൻ്റെ കാൽ ഒരു കെണിയിൽ കുടുങ്ങാനിടയാവും. എത്ര ശ്രമിച്ചിട്ടും അവർക്കത് അഴിക്കുവാനായി സാധിച്ചിരുന്നില്ല. അപ്പോഴേക്കും മുഖംമൂടിധാരികൾ അവരുടെ പക്കലേക്ക് എത്തിയിരുന്നു. അവരുടെ കയ്യിലകപ്പെട്ടാൽ ഇരുവരും കൊല്ലപ്പെടും എന്നറിയാവുന്നതിനാൽ നോറ മനസ്സില്ല മനസ്സോടെ അവിടെ നിന്നും ഓടിമാറി. ഈ സമയത്തിനുള്ളിൽ തന്നെ ഒരു കല്ലെടുത്ത് തലയിലേക്കിട്ട് അവർ അലക്സിനെ കൊലപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം നോറ കണ്ണീരോടെ നോക്കി നിന്നു. ഇവിടെ നിന്നാൽ അവരുടെ കെണിയിലകപ്പെടും എന്നുറപ്പുള്ളതിനാൽ നോറ വീണ്ടും ഫാമിലേക്ക് തന്നെ ഓടിക്കയറി. നോറയെ അന്വേഷിച്ച് അവരവിടെ എത്തിയെങ്കിലും ഒളിച്ചിരുന്നിരുന്ന നോറയെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അവിടെ കൂട്ടിലടച്ചിരുന്ന ഒരു യുവാവിനോട് അവൾ രക്ഷപ്പെടാനുള്ള വഴി അന്വേഷിച്ചു. ആദ്യമൊക്കെ അയാൾ നിസ്സഹരിച്ചെങ്കിലും പിന്നീട് അയാൾ ആളുകളെ കൊണ്ടുപോകുന്നതിനായി അവരൊരു ബസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കീ ഫാമിൻ്റെ ബാക്കിലായുള്ള റൂമിലുണ്ട്. ജനാലയിലൂടെ കൈയിട്ട് കഴിഞ്ഞാൽ നിനക്കത് എടുക്കാൻ സാധിക്കും. അപ്പോഴേക്കും ആൻഡ്രുവും ഓണറും കൂടി അങ്ങോട്ടേക്ക് എത്തുകയും നോറ അവിടെ നിന്നും ഓടി മാറുകയും ചെയ്യും. ബസ്സിൻ്റെ കീഴടക്കാൻ ഓടുന്ന വഴിയിലാണ് ഒരു മുഖംമൂടിധാരി അവളുടെ മുന്നിൽ പെടുന്നത്. അങ്ങനെ അവളവിടെ ഒളിച്ചിരിക്കും. ഈ നേരത്താണ് മറ്റൊരു മുഖംമൂടിധാരി കാറുമായി മുന്നോട്ട് പോകുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവൾ ആരും കാണാതെ ആ കാറിനെ ഫോളോ ചെയ്തു. അത് തൊട്ടടുത്തു തന്നെയുള്ള ഒരുപാട് കാറുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. വിജനമായ ഒരു സ്ഥലത്ത് പോയി നിന്നു. മുഖംമൂടിധാരി ഡിക്കിയിൽ നിന്ന് എന്തൊക്കെയോ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് നോറ കയ്യിൽ കിട്ടിയിരുന്ന ചുറ്റികയെടുത്ത് അയാളെ പുറകിൽ നിന്നും അടിച്ചു വീഴ്ത്തി. അത് ആരാണെന്ന് നോക്കാൻ ശ്രമിക്കുമെങ്കിലും അപ്പോഴേക്കും മറ്റു മുഖംമൂടിധാരികൾ അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. നോറ വേഗം കാറിലേക്ക് കയറി. എന്നാൽ സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് വാഹനം ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ കാണിക്കുന്നത്. അപ്പോഴേക്കും മുഖംമൂടിധാരികൾ അവളുടെ വാഹനത്തിനരികിലേക്ക് എത്തിയിരുന്നു. ഭാഗ്യവശാൽ തക്ക സമയത്ത് വാഹനം സ്റ്റാർട്ടാവുകയും അവൾ അതിവേഗത്തിൽ കാർ മുന്നോട്ട് പായിക്കുകയും ചെയ്തു. ജീവൻ തിരിച്ചുകിട്ടിയ സന്തോഷത്തിൽ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് പൊടുന്നിനെ വാഹനത്തിൻ്റെ വേഗം കുറഞ്ഞു വരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കാരണം ആ വാഹനത്തിലെ ഇന്ധനം തീർന്നിരിക്കുന്നു. പുറകിലേക്ക് നോക്കിയപ്പോൾ മുഖംമൂടിധാരികൾ അവളുടെ പുറകെ തന്നെയുണ്ട്. അവൾ കാറിൽ നിന്നിറങ്ങി യുവാവ് പറഞ്ഞിരുന്ന ആ ബസ് ലക്ഷ്യമാക്കി ഓടി. തൊട്ടുപുറകിലായി വരുന്ന മുഖംമൂടിധാരികൾ അവളെ പിടികൂടുമെങ്കിലും തലനാരിഴക്കി അവൾ രക്ഷപ്പെട്ടു. പുറത്തെത്തിയിരുന്ന അവൾ ബസ്സിനടുത്തേക്ക് കുതിക്കാൻ ശ്രമിക്കുമ്പോഴാണ് താൻ ഏഷ്ലിയെ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്ന കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. അവൾ ഉടനെ തന്നെ ഏഷ്ലിയെ പൂട്ടിയിട്ടിരിക്കുന്ന കൂടിനടുത്തേക്ക് ചെന്ന് അവളെയും രക്ഷിച്ചുകൊണ്ട് ബസ്സിനടുത്തേക്ക് പാഞ്ഞു. ഈ സമയത്താണ് അവളൊരു കാര്യം ശ്രദ്ധിച്ചത്. ബസ്സിൻ്റെ കീ എടുക്കാൻ മറന്നിരിക്കുന്നു. ഇരുവരും വീണ്ടും കീ എടുക്കുന്നതിനായി
ഫാമിനകത്തേക്ക് തന്നെ പാഞ്ഞു. ഭാഗ്യവശാൽ യുവാവ് പറഞ്ഞതുപോലെ തന്നെ കീ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരത് കൈക്കലാക്കിയതിനു ശേഷം വീണ്ടും ബസ്സിനെ ലക്ഷ്യമാക്കി പാഞ്ഞു. ബസ്സിലേക്ക് കയറിയതും മറ്റൊന്നും നോക്കാതെ നോറ വാഹനം സ്റ്റാർട്ടാക്കി. രക്ഷപ്പെടാൻ പോകുന്ന സന്തോഷത്തിൽ നോറ ആഷ്ലിയെ നോക്കി. എന്നാൽ അവൾ എന്തോ കണ്ട് ഭയന്നു വരച്ചു നിൽക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ട് നോറയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ആ ഫാമിലെ 10-12ഓളം ആളുകൾ തങ്ങളെയും നോക്കിക്കൊണ്ട് ആ ബസ്സിനുള്ളിലിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗ്രിൽ ചെയ്ത് ബാർബിക്യൂ ആക്കി മാറ്റിയിരുന്ന നോറയുടെയും ആഷ്ലിയുടെയും മൃതശരീരങ്ങൾ. ആ ഫാമിലുള്ള എല്ലാവരും കൂടി ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷിക്കാൻ ഒരുങ്ങുന്ന രംഗങ്ങളാണ്. ഇതോടുകൂടി ചിത്രം അവസാനിക്കുന്നു.